എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ചാംഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യയോഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു, നക്ഷത്രത്തെക്കുറിച്ചും സാമാന്യം നല്ല രീതിയിൽ പഠിച്ചു. ഇനി പഞ്ചാംഗങ്ങളിലെ മൂന്നാമത്തെ അംഗമായിട്ടുള്ള വാരത്തെക്കുറിച്ച് പഠിക്കാം. വാരം അല്ലെങ്കിൽ വാസരം, ദിവസത്തെയാണ്, ആഴ്ചകളെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ ആഴ്ചകളുടെയും നാഥന്മാർ ആ പേരിലുള്ള ഗ്രഹങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് ഞായറാഴ്ചയുടെ നാഥൻ ഞായർ, അതായത് സൂര്യൻ. തിങ്കളാഴ്ചയുടെ നാഥൻ തിങ്കൾ, അതായത് ചന്ദ്രൻ. അതായത് ഏത് ഗ്രഹങ്ങളാണോ, ഏത് ഗ്രഹങ്ങളുടെ ആഴ്ചയാണോ ആ ഗ്രഹം തന്നെയാണ് ആ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ആ വാരത്തിൻ്റെ നാഥനായിട്ട് വരിക. ഇതിൻ്റെ ക്രമം, അതായത് എന്തുകൊണ്ടാണ് ഞായർ കഴിഞ്ഞാൽ തിങ്കൾ, തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വ, ഈ ക്രമം എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ഹോരയെക്കുറിച്ച് പഠിക്കണം. ഹോര നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സമയക്രമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഹോരയെക്കുറിച്ച് നമ്മൾ ചെറിയ രീതിയിൽ പറഞ്ഞിരുന്നു. അഹോരാത്രം എന്ന പദത്തിൽ നിന്നാണ് ഹോര എന്ന വാക്കുണ്ടായത്. അഹോരാത്രത്തിലെ ആദ്യാക്ഷരമായിട്ടുള്ള ആയും അവസാനത്തെ അക്ഷരമായിട്ടുള്ള ത്രായും നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഹോര അവിടെ ബാക്കിയാകും. അത് അഹോരാത്രം തുടരുന്ന ഒരു സംഗതി ആയതിനാൽ ആണ് അതിൻ്റെ തുടക്കവും ഒടുക്കവും മാറ്റി ഹോര എന്ന പദം എടുത്തത്. ഹോര നമ്മൾ നിർവചിക്കുമ്പോൾ ഒരു മണിക്കൂറിനെയാണ് ഹോര എന്ന് പറയുന്നത്. 24 ഹോരകൾ ചേർന്നതാണ് ഒരു ദിവസം. ഈ ഹോരയുടെ അധിപന്മാരെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാനൊരു ചിത്രം കൊടുത്തത് കാണാം. 7 ഗ്രഹങ്ങളുടെ പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അത് അവരുടെ വേഗതയുടെ അവരോഹണ ക്രമത്തിൽ എഴുതിയതാണ്. ചന്ദ്രനാണ് തുടക്കത്തിലുള്ളത്, ഏറ്റവും വേഗത കൂടിയ ഗ്രഹം. പിന്നെ അതിനേക്കാൾ കുറച്ച് വേഗത കുറഞ്ഞത്, പിന്നെ അതിനേക്കാൾ കുറഞ്ഞത്, അങ്ങനെ ശനി ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹം, ഏറ്റവും അടിയിൽ എഴുതിയിട്ടുണ്ട്. ആ വേഗതയുടെ അവരോഹണ ക്രമത്തിൽ ഞാൻ ഒരു ലിസ്റ്റ് എഴുതിയത് കാണാം. ഇവിടെ നമ്മൾ ഹോരയുടെ അധിപനായിട്ട് നിശ്ചയിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഞായറാഴ്ച സൂര്യോദയം തുടങ്ങി തിങ്കളാഴ്ച സൂര്യോദയം വരെയുള്ള 24 മണിക്കൂറിനെ എടുക്കുക. അതിൽ ഓരോരോ മണിക്കൂറും ഓരോരോ ഹോരകളാണ്. സൂര്യോദയം കഴിഞ്ഞ് ആദ്യത്തെ 1 മണിക്കൂർ, അതായത് ആദ്യത്തെ ഹോര എന്ന് പറയുന്നത് അതിൻ്റെ അധിപൻ സൂര്യൻ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ഹോരയുടെ അധിപൻ, ആ ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക, സൂര്യന് തൊട്ട് മുകളിലുള്ള അല്ലെങ്കിൽ ചാക്രിക ക്രമം അവിടെ അടുത്ത് വരച്ചിട്ടുണ്ട്, അതിൻ്റെ വലതുഭാഗത്തുള്ള ഗ്രഹം ആയിരിക്കും ശുക്രൻ. ശുക്രൻ കഴിഞ്ഞാൽ അടുത്ത ഹോരയുടെ അധിപൻ ബുധൻ ആയിരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ഹോരയുടെ അധിപൻ ചന്ദ്രൻ ആയിരിക്കും. അതായത് വേഗതയുടെ ക്രമം അനുസരിച്ചാണ് മുകളിലോട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് വരുന്നത്. ചന്ദ്രൻ കഴിഞ്ഞാൽ അടുത്ത ഹോരയുടെ അധിപൻ ശനി, പിന്നെ വ്യാഴം, പിന്നെ ചൊവ്വ, അങ്ങനെ വീണ്ടും രവി. 7 മണിക്കൂർ അല്ലെങ്കിൽ 7 ഹോര കഴിഞ്ഞാൽ 8ാമത്തെ ഹോരയുടെ അധിപൻ വീണ്ടും സൂര്യൻ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഈ ക്രമം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസത്തിൽ 24 ഹോരകൾ ഉണ്ടാവുമ്പോൾ ഈ ക്രമം 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ 21 ഹോര അല്ലെങ്കിൽ 21 മണിക്കൂർ അവിടെ കഴിഞ്ഞു. 22ാമത്തെ മണിക്കൂറിൻ്റെ നാഥൻ അല്ലെങ്കിൽ ഹോരയുടെ നാഥൻ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് എങ്കിൽ അത് സൂര്യൻ തന്നെ ആയിരിക്കും. 22ാമത്തെ ഹോരയുടെ നാഥൻ സൂര്യൻ തന്നെ ആയിരിക്കും. 23ാമത്തെ ഹോരയുടെ നാഥൻ ശുക്രനായിരിക്കും. 24ാമത്തെ ഹോരയുടെ നാഥൻ ബുധൻ ആയിരിക്കും. 25ാമത്തെ ഹോര എന്ന് പറയുന്നത് അടുത്ത ദിവസത്തിലെ ആദ്യത്തെ ഹോരയാണ്. അത് ഞായറാഴ്ച കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസത്തിൻ്റെ ആദ്യത്തെ ഹോരയായിട്ട് വരുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ഏത് ദിവസത്തിൻ്റെ ആദ്യത്തെ ഹോരയുടെ നാഥൻ ആരായിട്ട് വരുമോ ആ ഗ്രഹത്തിൻ്റെ പേരിലായിരിക്കും ആ ദിവസം അറിയപ്പെടുക. അങ്ങനെ രണ്ടാമത്തെ 24 ഹോര കഴിയുമ്പോൾ 25ാമത്തെ ഹോര, അതായത് പിറ്റേ ദിവസത്തെ ആദ്യത്തെ ഹോരയായതിനാൽ അത് തിങ്കളാഴ്ചയായി. ഈ ക്രമം വീണ്ടും തിങ്കളാഴ്ചയും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ 25ാമത്തെ ഹോര പിന്നീട് വരുന്നത് ചൊവ്വയുടേതാവും. അപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞാൽ ചൊവ്വ, പിറ്റേ ദിവസത്തിൻ്റെ ആദ്യത്തെ ഹോരയുടെ നാഥൻ ചൊവ്വ ആയതിനാൽ
അത് ചൊവ്വാഴ്ചയായിട്ട് അറിയപ്പെടുന്നു. ഇതിങ്ങനെ ക്രമത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ചൊവ്വ കഴിഞ്ഞാൽ പിറ്റേത്തെ ദിവസത്തിൻ്റെ ആദ്യത്തെ ഹോരയുടെ നാഥൻ ബുധനാവുന്നതുകൊണ്ട് ബുധനാഴ്ച. ഈ ക്രമം റിപ്പീറ്റ് ചെയ്ത് ശനിയാഴ്ച കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് സൂര്യനെ തന്നെ കിട്ടും. ആ ക്രമം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ഹോരയുടെ ചക്രം. ഈ ഹോരയുടെ ചക്രത്തിൽ നിന്നാണ് വാരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി വേണമെങ്കിൽ ഒരു ഉദാഹരണ സഹിതം വിശദീകരിക്കാം. ഉദാഹരണത്തിന്, ഒരാൾ ജനിച്ച ഒരു സമയത്തെ ഹോരാനാഥനെ നമ്മൾ കണക്കാക്കണമെങ്കിൽ എങ്ങനെയാണ് കണക്കാക്കുക എന്ന് നമ്മൾക്കൊന്ന് മാനുവലായിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ അറിയേണ്ടതുണ്ട്? ഒരാൾ ജനിച്ച സമയം അറിയണം, ആ ദിവസത്തെ സൂര്യോദയം, അന്ന് ഏത് ആഴ്ചയാണ് എന്നും കൂടി അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന്, ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 ഒരു ആൾ ജനിച്ചു എന്ന് കരുതുക. സൂര്യോദയം 6 മണിക്കാണ് എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏത് ഹോരയിലായിരിക്കും ജനിച്ചത്? ആവറേജ് 1 മണിക്കൂർ ഒരു ഹോരയായിട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് നമ്മൾക്ക് നോക്കാം. 6 മണി തൊട്ട് 7 മണി വരെ ഞായറാഴ്ച ആയതിനാൽ സൂര്യൻ്റെ ഹോരയായിരിക്കും. 7 മണി തൊട്ട് 8 മണി വരെ ശുക്രൻ്റെ ഹോരയായിരിക്കും. ആ ചക്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഗ്രഹത്തിൻ്റെ ക്രമം ഞാൻ ചക്രത്തിലേക്കാക്കിയത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ഉപകരിക്കും എന്നതുകൊണ്ടാണ്. 7 മണി തൊട്ട് 8 മണി വരെ ശുക്രൻ്റെ ഹോര, 8 മണി തൊട്ട് 9 മണി വരെ ബുധൻ്റെ ഹോര, 9 മണി തൊട്ട് 10 മണി വരെ ചന്ദ്രൻ്റെ ഹോര, 10 മണി തൊട്ട് 11 മണി വരെ ശനിയുടെ ഹോര, 11 മണി തൊട്ട് 12 മണി വരെ വ്യാഴത്തിൻ്റെ ഹോര, 12 മണി തൊട്ട് 1 മണി വരെ ചൊവ്വയുടെ ഹോരയാണ്. അപ്പോൾ ജനനം ഇവിടെ 12:30 ആയതിനാൽ അദ്ദേഹം ജനിച്ച ഹോരയുടെ നാഥൻ ചൊവ്വയാണ് എന്ന് നമ്മൾക്ക് പറയാം. ഇതുപോലെ നമ്മൾക്ക് ദിവസത്തിലെ ഏത് സമയത്തും കണക്ക് കൂട്ടിയെടുക്കാം. ഇവിടെ ഞായറാഴ്ചയായതിനാൽ സൂര്യനെ വെച്ച് തുടങ്ങി. ഇനി വെള്ളിയാഴ്ചയാണ് ജനിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശുക്രനെ വെച്ച് തുടങ്ങണം. ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ നാഥൻ ശുക്രനായിരിക്കും. പിന്നത്തെ ശുക്രന് ശേഷമുള്ള ഗ്രഹം ഇവിടെ ബുധനായിരിക്കും. ആ പ്രദക്ഷിണ ദിശയിൽ തന്നെ ചാക്രിക ക്രമത്തിൽ കണക്ക് കൂട്ടി നമ്മൾക്ക് ഏത് സമയത്തിൻ്റെ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഹോരയുടെ ക്രമം. ഈ ഹോരയുടെ ക്രമത്തിൽ നിന്നാണ് വാരം ഉണ്ടായിട്ട് ഉള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാം. പഞ്ചാംഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ജ്യോതിഷത്തിൽ, ഫലപ്രവചനത്തിൽ പലരും അതിനെ വളരെ അധികമൊന്നും ഉപയോഗിച്ച് കാണാറില്ല. നക്ഷത്രങ്ങളാണെങ്കിലും നിത്യയോഗമാണെങ്കിലും വാരമാണെങ്കിലും തിഥിയൊക്കെ ആണെങ്കിലും. പക്ഷേ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു സംഗതി തന്നെയാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. വാരം പ്രധാനമായിട്ടും ആരോഗ്യമൊക്കെ, ഒരു വ്യക്തിയുടെ ആരോഗ്യം അഗ്നിതത്വമാണല്ലോ, ആരോഗ്യം കണക്കാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. ഒരു വ്യക്തി ജനിച്ച ഹോരയുടെ അധിപൻ ലഗ്നത്തിൽ അല്ലെങ്കിൽ ലഗ്നകേന്ദ്രത്തിൽ ബലവാനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ സാമാന്യം നല്ല ആരോഗ്യവാനാണ് എന്നൊക്കെ നമ്മൾക്ക് പറയാൻ സാധിക്കും. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. വാരം എന്താണ് എന്നും അതെങ്ങനെയാണ് വന്നത് എന്നും ഹോരയെക്കുറിച്ചും ഹോരാചക്രവും വാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ ഹൃദിസ്ഥമാക്കി വയ്ക്കുക. ഭാവിയിൽ നമ്മൾ മറ്റു പല ക്ലാസ്സുകളും പഠിക്കുമ്പോൾ അതിനടിസ്ഥാനമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അടുത്ത ക്ലാസ് നമ്മൾക്ക് തിഥിയെക്കുറിച്ച് പഠിക്കാം. ഇതുവരെ ക്ലാസ് കേട്ടുനിന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.